അങ്ങനെ ഞായറാഴ്ച ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച മാത്രമേ നമുക്ക് പുറത്തുള്ള ഓപ്ഷനുള്ളൂ. സ്കൂളിലായതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞായറാഴ്ച ദിവസം മാത്രമേ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാൻ കേട്ടോ, ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം നടന്നു വരുന്നത് നമ്മുടെ കൂടെ പഠിക്കുന്നവരാണ് കേട്ടോ. അവർ പോയിട്ട് തിരിച്ചിട്ടാണ്. ഞങ്ങൾ പക്ഷേ ലഞ്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അതാകുമ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് വരാമല്ലോ. പിന്നെ പകുതിയിൽ ചിലപ്പോൾ നിർത്തിയിട്ട് വരേണ്ടി വരും. അപ്പോൾ ഇതൊരു റോഡ് സൈഡിൽ ഇവിടെ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരു കടയാട്ടോ. അതിൻ്റെ പരസ്യം ഇപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ അത് പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെ കാഞ്ചിയാണിത്. പിന്നെ വെൻഡിങ് മെഷീൻ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഞങ്ങളിവിടെ കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. നമ്മുടെ പോസ്റ്റ് ഓഫീസ് ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം സമയം എടുത്തില്ല. ഒരു 20 ബാങ്കിലെ അക്കൗണ്ട് ഓപ്പണായി. പേപ്പർ വർക്കൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മളൊരു പാസ്ബുക്കൊക്കെ അപ്പം തന്നെ വന്നു. നമ്മൾ തിരിച്ചു പോന്നു. ഇത് ഒരു സിഗ്നലാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ ബാത്റൂം ബോയിലർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഓഫർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓഫറോട് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇടാം. അവിടെ ബോയിലർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വേറെ സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഫറിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് കുളിക്കാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. ട്രയൽ എന്നാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. പറഞ്ഞത് ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ പോണ വഴിയാണിത്. സൂപ്പർ മാർക്കറ്റിലെത്തി. പ്രോസസ്ഡ് ഫുഡാണ്. ഇത് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ പണിയൊന്നുമില്ല. കൊണ്ടുപോയി മസാല തേക്കുക, അങ്ങോട്ട് കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ പണി. പക്ഷെ ഇപ്പം നമുക്ക് കുക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് കാര്യമായിട്ട് അതിൽ നിന്നും എടുത്തില്ല. ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തെന്ന് മാത്രം. ഇത് സുഷിയാന്ന് തോന്നുന്നു കേട്ടോ. സുഷിയും പിന്നെ സുഷി ഉണ്ടാക്കാനുള്ള റോ മീറ്റാന്ന് തോന്നുന്നു കണ്ടിട്ട്. കറിയായിരിക്കും സുഷിയുടെ അകത്ത് റോ മീറ്റ് ആയിരിക്കും, അതായത് ഫിഷ് ആയാലും. ഇത് സുഷിയാണ്. ഇതും സുഷിയാണെന്ന് തോന്നുന്നു. അതെ ഇതും സുഷിയാണ്. സുഷി ഒനിഗിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒനിഗിരി ഞങ്ങൾ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് നൂഡിൽസും കുറച്ച് സ്നാക്സും മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ അവിടെ ഒരു പാർക്കിൽ കയറിയിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു പാർക്കിലെ കാര്യം. ഇവിടെ ഒരു ഫിലിപ്പീൻസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഈ പാർക്ക് കാണിച്ചെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന്. ആരൊന്നുമില്ല, ആകെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ ഒരു 4 പീസ് ചിക്കൻ മേടിച്ചായിരുന്നു. 6 പീസ് കണ്ട് മേടിച്ചായിരുന്നു. ക്രിസ്മസ് ഇവിടെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ചിക്കൻ മേടിച്ച് അതവിടെ നിന്ന് കഴിച്ച് പിന്നെ ഞങ്ങളവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. കാരണം വെയിലുണ്ടായിരുന്നു, എന്നാലും ഒരു 7 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ, തണുത്ത് കാറ്റടിച്ചിട്ടാണെങ്കിലും ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അക്കോമഡേഷനിൽ തിരിച്ചെത്തി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ.